സ്മൃതി പരുത്തിക്കാട്. ഇത്തരത്തിലുള്ള കമ്മീഷന്റെ ഏർപ്പാടുമില്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം. കേരളത്തിന് ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യ രാജ്യത്തെ നിലവെച്ചുകൊണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന പേര് ഇപ്പം തന്നെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തരല്ല. അഴിമതി തീർത്തും ഇല്ലാതാവുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. ഈ മന്ത്രിസഭയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത ഇത് തന്നെയാണ്. അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം. ഒരു ന്യായമായ കാര്യത്തിന് ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നു. ഇത്തരമൊരു നിലയിലേക്ക് നാം അധപ്പതിക്കാതിരിക്കണം. നമസ്കാരം. ഒരു തരത്തിലുമുള്ള കമ്മീഷൻ ഏർപ്പാടുമില്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്ന പ്രസംഗത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. CMRL എക്സാലോജിക് കരാറിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് പരാമർശങ്ങളുണ്ടായ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. മാസപ്പടി വിവാദത്തിൽ വ്യക്തമായ മറുപടി ഇനിയും നൽകാതിരിക്കുമ്പോൾ കമ്മീഷനില്ലാത്ത കേരളമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, BJP പ്രതിനിധി സന്ദീപ് വാര്യർ, കോൺഗ്രസ് നിരീക്ഷകൻ N. ശ്രീകുമാർ, മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനായ NV ബാലകൃഷ്ണൻ എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ സെബാസ്റ്റ്യൻ പോൾ, കേരളത്തിൽ കമ്മീഷൻ വാങ്ങുന്നവർ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസംഗത്തെ ഏതു രൂപത്തിലാണ് താങ്കൾ വിലയിരുത്തുന്നത്? കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് അഴിമതിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഏർപ്പാടാണ്. ആ രീതിയിലുള്ള കമ്മീഷൻ ഏർപ്പാടുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടുതൽ കൃത്യമായി പറയാൻ പ്രാപ്തിയുള്ള ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അത് പറയുമ്പോൾ ചില മാനദണ്ഡങ്ങളും അളവുകോലുകളൊക്കെ ഉപയോഗിച്ച് തന്നെയായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ കമ്മീഷനെ കേരളത്തിലില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ തന്നെയാണല്ലോ. പക്ഷേ മുഖ്യമന്ത്രി പറയുമ്പോൾ ഭരണതലത്തിൽ ഒരു അഴിമതി എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കമ്മീഷൻ ഏർപ്പാടുകൾ കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത് അത് ആലോചിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയായിരിക്കണം. പക്ഷേ പലതരത്തിലുള്ള കമ്മീഷൻ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പല അറിയപ്പെടുന്ന കേസുകൾ, പ്രസിദ്ധമായ കേസുകളൊക്കെ ഉത്ഭവിക്കുന്നത് കമ്മീഷൻ രൂപത്തിലാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് നമുക്ക് തന്നെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇവിടെ വിനിയോഗിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ അതുകൊണ്ടാണല്ലോ ഈ അഴിമതിരഹിതമായ സംശുദ്ധമായ ഭരണം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ കേൾക്കുന്നത് പോലെയുള്ള വമ്പിച്ച തോതിലുള്ള അഴിമതി കഥകൾ അല്ലെങ്കിൽ കമ്മീഷൻ കഥകൾ കേരളത്തിൽ കേൾക്കുന്നില്ല എന്നുള്ളതും ഒരു CMRL എക്സാലോജിക് മാസപ്പടി വിവാദം അതിപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിന്മേലൊരു അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ കമ്മീഷനേ ഇല്ല എന്നൊരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തുന്നത്. ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് സർക്കാരോ ഇടതുപക്ഷമോ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയായ മുഖ്യമന്ത്രിയുടെ മകളും തയ്യാറായിട്ടില്ല. ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല എന്നൊരു പ്രസംഗം മുഖ്യമന്ത്രി നടത്തുന്നത്. അത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മാത്രം അങ്ങനെ ഒരു പ്രസംഗം എങ്ങനെയാണ് മുഖ്യമന്ത്രി നടത്തുക, പ്രത്യേകിച്ച് ഈ വിഷയം ഇപ്പോൾ ഇവിടെ കത്തി നിൽക്കുമ്പോൾ? അല്ല, മാസപ്പടി വിവാദത്തിൽ ഒരു കുറ്റസമ്മത രൂപത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കണം അല്ലെങ്കിൽ ആ വിഷയം അഡ്മിറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാർട്ടിയെ ന്യായീകരിക്കുന്നതിനോ ഡിഫെൻഡ് ചെയ്യുന്നതിനോ വേണ്ടിയല്ല സംസാരിക്കുന്നത്. മാസപ്പടി വിഷയത്തിൽ പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ വിഷയം ഇപ്പോൾ കോടതിയിലും എത്തിക്കഴിഞ്ഞു. അത് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിൽ കുറ്റകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടിയും ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മാസപ്പടിയും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന കമ്മീഷനും അത് രണ്ടും ഒന്നായി കാണണമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ശരി, ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? കോൺഗ്രസിന്റെ നിലപാട് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തെ എങ്ങനെ കാണാം? ഉദ്യോഗസ്ഥർ കോഴ വാങ്ങുന്ന ഒരു സംസ്ഥാനമല്ല. ആ രൂപത്തിൽ സംഭവിച്ചാൽ അതിൽ നടപടിയെടുക്കും. അക്കാര്യത്തിൽ തല ഉയർത്തി നിൽക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ
മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്മേൽ മറുപടി പറയാതെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉയരില്ലേ? അല്ല, മുഖ്യമന്ത്രി അഴിമതി കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം വ്യക്തമാക്കേണ്ടിയിരുന്നു. ഒരു അഴിമതി കഥയെ അഴിമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മറയ്ക്കാൻ പറ്റും. അതൊരു സൂത്രമാണത്. ഒരു അഴിമതി ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുമ്പോൾ അഴിമതിയില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സൂത്രമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നെങ്കിൽ അതിന് അദ്ദേഹം വിശദീകരണം നൽകണം. അഴിമതി ഇല്ലാത്ത കാര്യം ഇപ്പോൾ ശ്രീമതി സ്മൃതി ചോദിച്ചപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എന്താ സംഭവം എന്നുള്ളത്. മാസപ്പടി എന്ന് വെച്ചാൽ എന്താണ്? അത് ചെയ്യാത്ത സേവനത്തിന് കൂലി വാങ്ങി എന്ന് പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് കാണുന്നത്? മാസപ്പടിയെന്നോ കൈക്കൂലിയെന്നോ നോക്കുകൂലിയെന്നോ ഏത് അടിസ്ഥാനത്തിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ അത് നമ്മളൊരു എന്തെങ്കിലും നമുക്ക് ഒരു ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. CPM-ന്റെ മുൻ സംസ്ഥാന നേതാവായ മുൻ മന്ത്രി G. സുധാകരൻ ഒരു 3 മാസം മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട്. ചക്കരക്കുടത്തിൽ കഴിയുന്നയാൾ നല്ല സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന്. വെറുതെ പറഞ്ഞല്ലോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഉയർന്നു വന്നു. അല്ലെ, ചക്കരക്കൂട് അവിടെ എങ്ങനെയാ വരിക? സുധാകരന്റെ മനസ്സിൽ എങ്ങനെയാ വരിക? അത് കഴിയട്ടെ, ലോകായുക്തയുടെ ബില്ലും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വന്നത്? അപ്പൊ ഞാൻ പറയുന്നത് AI ക്യാമറയെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം എങ്ങനെയാ വന്നത്? മഞ്ഞക്കുറ്റി കേരളിന്റെ പേരിൽ ഇട്ടു എന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം എങ്ങനെയാ വന്നത്? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ പ്രശ്നം എങ്ങനെയാ വന്നത്? അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ പിൻവാതിൽ നിയമനം ഏതിലാ വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് അഴിമതിയാണോ, അത് കമ്മീഷനാണോ? ഇതൊക്കെ നമ്മൾ എങ്ങനെ വേർതിരിക്കുക? കമ്മീഷൻ വാങ്ങുക എന്ന് വെച്ചാൽ ഒരു ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ വഴിവിട്ട് എന്തെങ്കിലും ലാഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്നതാണ് കമ്മീഷൻ എന്നുള്ളതിന്റെ പച്ചമലയാളം. അത് ഏത് രൂപത്തിൽ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണമായോ സ്വത്തായോ എങ്ങനെയാ വരിക നമുക്കറിയില്ല. അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി പറയണം. മറുപടി പറയാത്രത്തോളം കാലം ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക അത് കമ്മീഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്? നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു, ഉത്തരമുണ്ടായില്ല. പൊതുസമൂഹത്തിൽ ചോദ്യം ചോദിച്ചു, ഉത്തരമുണ്ടായില്ല. അപ്പൊ ഈ ഉത്തരമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ വാങ്ങി എന്ന് നിരന്തരം ആക്ഷേപം വരുമ്പോൾ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു മറയാണ്, അതൊരു തന്ത്രമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ സത്യസന്ധരാണെന്ന് കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ സൂത്രമാണ്. അത് മുഖ്യമന്ത്രി പ്രയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രി അങ്ങനെ പ്രയോഗിക്കണം, കാരണം രാഷ്ട്രീയമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 2 ദിവസം മുമ്പ് ശ്രീ MV ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസംഗം കൂടിയാണ്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? ഒരു കാരണം എന്തായിരിക്കാം? MT വാസുദേവൻ നായർ EMS-നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിച്ചത് ചർച്ചയായത് എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മലയാളികളുടെ മുഖത്ത് നോക്കിയിട്ട് കേരളത്തിൽ കമ്മീഷനില്ല, അഴിമതിയില്ല, സുതാര്യമാണെന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു കേരളീയ സമൂഹത്തിന്റെ ചിന്തകളെ പരിഹസിക്കുന്നതാണോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഴിമതി വിഷയം വരുമ്പോൾ അഴിമതി ഇല്ല എന്ന് പ്രതിരോധിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ ടെക്നിക്കുണ്ട്, അതാണോ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണല്ലോ, പ്രതിപക്ഷം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു, അതിനൊന്നും ഉത്തരം ലഭിച്ചില്ലല്ലോ. അതാണ് എന്റെ കാര്യം. ഇപ്പൊ കോടതിയിൽ എത്തി നിൽക്കുമ്പോഴും ഇവിടെ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ പറയുന്നത് എന്താണ്? ഭരണതലത്തിലുള്ള അഴിമതിയെ കുറിച്ചാണ്. ആ അഴിമതിയിൽ കമ്മീഷൻ എങ്ങനെയാ വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട BJP-യുടെ പ്രതികരണം അറിയണം. അതോടൊപ്പം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച അഭിപ്രായം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷിക്കുന്നത്. അതിന്മേൽ പരിമിതിയുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിലപ്പുറമുള്ള അന്വേഷണത്തിലേക്ക് കടക്കില്ല കേന്ദ്രം, അതൊരു ഒത്തുതീർപ്പാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നിടത്താണ് കോടതിയിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പരാമർശം വരുന്നത്. പ്രതികരണം. തീർച്ചയായിട്ടും സ്മൃതി, ഇതിൽ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം. ഒന്ന്, ഇത്തരം കോടതി നടപടികൾക്കിടയിലെ പരാമർശങ്ങൾ
ചർച്ച ചെയ്യരുത് എന്ന് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ തന്നെ പലതവണ പലകുറി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കമന്റ് അക്കാര്യത്തിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര അഭിപ്രായം പറയണമെന്നെടുത്ത് പറയേണ്ടതാണല്ലോ BJP. കാരണം കേന്ദ്രം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നതിൽ പിന്നാക്കം പോകുന്നു എന്ന ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ അത് BJP പറയേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരു അല്പസമയം തരണം. ഇന്ന് നോക്കൂ, ഇത്തരം രാജ്യത്ത് നിരവധി കേസുകൾ ഒരേ ദിവസം തന്നെ വിവിധ സർക്കാരുകൾ വിവിധ കോടതികളിൽ വാദിയായിട്ടോ പ്രതിയായിട്ടോ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പല കേസുകളിലും പലതരത്തിലുള്ള കോടതി പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ കോടതി പരിഗണിക്കുന്നത് ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ്. കോടതി അത് മുന്നോട്ട് പോവുകയാണ്. ആ കേസിൽ വിധി പറയുന്നതോടുകൂടി ഇപ്പോഴത്തെ ഈ പരാമർശമൊക്കെ അപ്രസക്തമായി പോവുകയാണ്. ഒരു കാര്യം പറയാം, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോ നിലപാട് അറിയിക്കാൻ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാലതാമസങ്ങൾ വരാറുണ്ട്. അല്ലാതെ കേന്ദ്ര സർക്കാർ അഭിപ്രായം അറിയിക്കില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അക്കാര്യത്തിലുള്ള നിയമപരമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം വേണ്ടത്ര രീതിയിൽ ആലോചിച്ച് അവർ സ്വാഭാവികമായിട്ട് അറിയിക്കും. ഇവിടെ യഥാർത്ഥ വിഷയം എന്താ, ചില സമയത്ത് ഞങ്ങൾ ഇക്കാര്യങ്ങളിൽ ചില നിലപാടുകൾ കോടതിയിലേക്ക് ഹർജി പോയപ്പോഴാണല്ലോ. അല്ല, ഞാൻ സ്മൃതി പറയട്ടെ, ഈ വിഷയങ്ങളൊക്കെ നമ്മളെ മുന്നിലേക്ക് വരാൻ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ കാരണം എന്താ? അത് ഒരു കേന്ദ്ര ഏജൻസി തന്നെ കരിമണൽ കമ്പനിയിൽ നടത്തിയിട്ടുള്ള റെയ്ഡും അതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ട രേഖകളും അതിനെ തുടർന്നാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ കരിമണൽ കമ്പനിയൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെയുണ്ട്. അവരുടെ കരിമണൽ കൊള്ള എത്രയോ കാലമായി നിർബാധം തുടരുന്നു. ആ കാലഘട്ടങ്ങളിൽ എവിടെയും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു മാധ്യമവും ഇവർക്കെതിരെ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, ഈ കരിമണൽ കമ്പനിയുടെ ലിസ്റ്റിൽ, ഡയറിയിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇതെല്ലാം മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുകയല്ല. പക്ഷേ ഇതെല്ലാം കേരളത്തിൽ ചില സത്യങ്ങളായിരുന്നു, പുറത്തു പറയാൻ മടിക്കുന്ന സത്യം. അതെ, പുറത്തു വരട്ടെ. ഇതെല്ലാം പുറത്തു വരാത്ത ചില സത്യങ്ങൾ മാത്രമായിരുന്നു, മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇത് പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വരാൻ കാരണമായത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും അതിനെ തുടർന്നുണ്ടായ നടപടികളും ആ നടപടിയെ തുടർന്ന് സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ വന്നിട്ടുള്ള ഒരു വിധിയും ഒക്കെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്രെഡിറ്റിംഗിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിന് ആദ്യമായിട്ട് കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വിഷയങ്ങളിൽ ഇപ്പൊ അലിഗേഷൻ എന്താ, കോൺഗ്രസ് പറയുന്നത് എന്താ, ഞങ്ങളും CPM-ഉം തമ്മിൽ ഒത്തുകളിയാണ് എന്ന രീതിയിൽ പറയുന്നു. എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത്? നോക്കൂ, ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് CPM-ഉം നിരന്തരമായിട്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം ഒരുപക്ഷെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന കാര്യം എന്താ, ഞങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു പല ഘട്ടങ്ങളിലും. ഇവിടെ മാത്രമല്ലല്ലോ, രാജ്യത്തെ പല ഏജൻസികളും പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നടത്തുന്ന അന്വേഷണങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കുകയാണെന്ന ആരോപണമാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളടക്കം കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികളും നിരന്തരമായിട്ട് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം. അതൊരു വസ്തുത കൂടിയാണ് സന്ദീപ് വാര്യർ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം, സ്വർണ്ണക്കടത്ത് അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു, ഇപ്പോൾ എന്താണ് അതിന്മേൽ അനങ്ങാത്തത് എന്നുള്ള ചോദ്യമുണ്ട്. ലാവലിന്റെ അടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് പ്രതിനിധി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് കോൺഗ്രസിന്റെ ഭാഗം പറയുക എന്നുള്ളതല്ല. ഞാൻ കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം താങ്കളോട് ചോദ്യമായിട്ട് ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. ഇതിൽ തന്നെ ഈ കമ്പനികാര്യ മന്ത്രാലയത്തിന് പരിമിതിയുണ്ട് അന്വേഷണത്തിന് എന്നുള്ളിടത്താണ് ഈ കേന്ദ്രം സംശയത്തിന്റെ നിഴലിൽ വരുന്നത്. ആ രൂപത്തിൽ ഒരു അന്വേഷണം എന്ന് വെറുതെ പ്രഖ്യാപിക്കുന്നു, അത് വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കലാണ്, അതിനിടയ്ക്ക് ഒത്തുതീർപ്പ് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. സ്മൃതി, ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. ഇത് കോൺഗ്രസിന്റെ അലിഗേഷനാണ്, എനിക്കറിയാം. കോൺഗ്രസിന്റെ ഈ അലിഗേഷൻ ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം. ഒന്ന് നോക്കൂ, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണം നടക്കുന്നു, ED നോട്ടീസ് വിടുന്നു. അവിടെ കോൺഗ്രസ് പറയുന്നത് എന്താ, അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ്, കള്ളനാണെന്ന് പറയുന്നു. അതേപോലെ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ അന്വേഷണം നടക്കുന്നു, EDയുടെ അന്വേഷണം നടക്കുന്നു, ED ഉദ്യോഗസ്ഥരെ തൃണമൂലിന്റെ ഗുണ്ടകൾ ആക്രമിക്കുന്നു. ആ ബംഗാളിൽ പോയി നമ്മുടെ A റഹീം പ്രസംഗിക്കുന്നു, ദ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് മമതയ്ക്കെതിരെ പ്രസംഗിക്കുന്നു. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള, ഉദാഹരണത്തിന് DMK അടക്കമുള്ള പാർട്ടികളുടെ അഴിമതിയെക്കുറിച്ച് നേരത്തെ മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇരുട്ടിൽ നിർത്തിയാണ് 2G കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ DMK നിലപാടുകൾ എടുത്തതെന്ന് മൻമോഹൻ സിംഗ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DMK-ക്കാർ കള്ളന്മാരാണെന്ന് കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ ഇവരുടെ മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടികൾ തന്നെ പരസ്പരം അഴിമതി ആരോപിക്കുന്നു. ഞാൻ പറയട്ടെ, അല്ല ഞങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് ED എത്തുമെന്നുള്ള ഭീഷണി നിങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ നടത്തിയിട്ടുണ്ടെന്നേ മീനാക്ഷി ലേഖി ഈ പാർലമെന്റിൽ പറഞ്ഞ ഓർക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയൊക്കെ വളരെ പരസ്യമായി തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പറഞ്ഞോളൂ.
സ്മൃതി, അതൊരു ഭീഷണിയല്ല. ന ഖാവൂങ്ക ന ഖാനെ ദൂങ്ക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഇവരെല്ലാവരും അഴിമതിക്കാരാണെന്ന് പരസ്പരം ആരോപിക്കുകയും ഇവർ തന്നെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ ഞങ്ങൾ നടപടിയെടുക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലാണെന്ന് പറയുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണ്, കോൺട്രഡിക്ടറിയാണ്. അതാണ് എന്റെ പോയിന്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ നാളെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ ജയിലിൽ പോകാൻ കാരണമായിട്ടുള്ള അഴിമതി ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് നിങ്ങളുടെ അന്വേഷണം എത്തുക, ഒരു പ്രത്യേക സമയത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പോൾ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്തുക, ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് ആ ഭീഷണിക്ക് പിന്നിൽ. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് മാത്രം നിങ്ങൾ ഊർജ്ജസ്വലരാകുകയും നിങ്ങളുടെ ഇഡി എത്തുകയും ചെയ്യുന്നു. അതിനെയാണ് രാഷ്ട്രീയമായി നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്, ഏജൻസികളെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇതിൽ എന്താണ് മറുപടി? എന്തുകൊണ്ട് ഇതിൽ ഈ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമുള്ള ഒരു ഏജൻസിയെ അന്വേഷിക്കുന്നു എന്നുള്ളത് സംശയം ഉയരുന്നുണ്ട്. അതിനൊരു മറുപടി ഉണ്ടോ? അല്ല സ്മൃതി, ഒരല്പസമയം തരണം. കാരണം ആരോപണം ഉന്നയിച്ച് അതിന് മറുപടി പറയേണ്ട, ഇതിന് മറുപടി പറഞ്ഞാൽ മതി പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പം ഞാൻ അതിനുകൂടി ഒന്ന് മറുപടി പറയട്ടെ. ഇതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാം. ഇവർ തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ ഞങ്ങൾ അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്യുന്ന സമയത്ത്, ജയിലിലടയ്ക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ് എന്ന് പറഞ്ഞ് കരയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവിടെ ചിദംബരത്തിനെതിരെ INX മീഡിയ കേസ് ഉണ്ടായി. എന്തായിരുന്നു ആക്ഷേപം ഉണ്ടായിരുന്നത്? പല ആളുകൾ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ആക്ഷേപം ഉന്നയിച്ചു ചിദംബരത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്. ഞങ്ങൾ ചിദംബരത്തിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ ഏതെങ്കിലും നടപടിയെടുത്തോ? ഇല്ലല്ലോ. പകരം ചിദംബരം സുപ്രീം കോടതിയുടെ വാതിൽക്കൽ പോയി അവസാനത്തെ അഭയത്തിന് വേണ്ടിയും പരിശ്രമിച്ച് സുപ്രീം കോടതി പോലും ചിദംബരത്തിന് ആ ജാമ്യാപേക്ഷ. എന്റെ സ്മൃതി, പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ്. ഞാൻ അതാ പറയുന്നത്. ഞങ്ങൾ ചിദംബരത്തിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തോ? സ്മൃതി പ്ലീസ്, ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു പോ. ഏത് സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടായത്? ഞങ്ങൾ ചിദംബരത്തിന് നേരെ പോയി അറസ്റ്റ് ചെയ്തില്ല. ചിദംബരം എല്ലാ കോടതികളിലും പോയി അവസാനം ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സുപ്രീം കോടതി ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? മതിൽ ചാടി അറസ്റ്റ് ചെയ്യണം. പിന്നെ ഏജൻസികൾ എന്ത് ചെയ്യണം? ഏജൻസികൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വീടിനകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ മതിൽ ചാടാതെ എങ്ങനെ പോകും? ഗേറ്റ് അടച്ച എന്റെ സ്മൃതി, ഗേറ്റ് അടച്ചാൽ മതിൽ ചാടാതെ പേരെന്ത് ചെയ്യും? അന്വേഷണ ഏജൻസികൾ ഗേറ്റ് അടച്ച് വാതിലടച്ച് ഒരു മനുഷ്യൻ ഉള്ളിൽ കയറി ഇരുന്നാൽ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ മാന്യമായി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ മുന്നിൽ പോയി സറണ്ടർ ചെയ്യുന്നതിന് പകരം ഒരാൾ വീട്ടിനകത്ത് വാതിലടച്ചിരുന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യല്ലാതെ മറ്റെന്ത് പോകാൻ വഴിയുള്ളത്? ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ മതിൽ ചാടാതെ വേറെ നിവൃത്തിയുള്ളത്? ഹെലികോപ്റ്ററിൽ കമാൻഡോസിനെ വിടണമായിരുന്നോ അറസ്റ്റ് ചെയ്യാൻ? എന്ത് ലോജിക്കാ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി പറയാം. ചിദംബരത്തിന് നിങ്ങൾ എന്തിനാ ചിദംബരത്തിന് വേണ്ടി വാദിക്കുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റഡ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ബാധിക്കുന്നത്? INX മീഡിയ കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ഞങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോയിട്ടില്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടാമായിരുന്ന എല്ലാ രക്ഷയ്ക്കും വേണ്ടി അദ്ദേഹത്തിന് പോകാൻ അവകാശമുണ്ട്. ആ അവകാശങ്ങളെ മുഴുവൻ സംരക്ഷിച്ച ശേഷം മാത്രമാണ് അറസ്റ്റ് ഉണ്ടായത്. ഇപ്പൊ കാർത്തി ചിദംബരത്തിനെതിരെ കേസ് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ നേരെ പോയി പിടിച്ചകത്തിട്ടോ? ഇല്ലല്ലോ. സെന്തിൽ ബാലാജിക്കെതിരെ എത്ര കാലത്തിന് ശേഷമാണ് നടപടികൾ വന്നത്? ലാലു പ്രസാദ് യാദവിനെതിരെ ഇന്ത്യ കണ്ട ഏറ്റവും ദീർഘമായിട്ടുള്ള കാലയളവിന് ശേഷമല്ലേ ശിക്ഷ വിധിക്കപ്പെട്ടത്? ഞങ്ങൾ ലാലു യാദവിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. ഒരു കാര്യം കൂടി പറയാം. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ അന്വേഷണ ഏജൻസികളെ വിളിച്ച് ഇന്ന ദിവസം ഇന്നയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു തരത്തിലും അന്വേഷണ ഏജൻസികളുടെ മേൽ ഒരു തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് എതിരാളികളുടെ മേൽ മാത്രം ഞങ്ങൾ ഇങ്ങനെ പോകുന്നു? അവർക്കെതിരെ മാത്രമേ ആരോപണമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ 2 ടേമായിട്ട് 150ഓളം മന്ത്രിമാരുണ്ടായിട്ട് 150ഓളം മന്ത്രിമാർ. ഒരു മന്ത്രിക്ക് പോലും അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടില്ലാത്ത ആദ്യത്തെ സർക്കാരാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, 150 മന്ത്രിമാരാണ്. UPA സർക്കാരിനെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ UPA സർക്കാർ കൈകാര്യം ചെയ്തതിന്റെ എത്രയോ ഇരട്ടി പണമാണ് NDA സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ അത്രയും വളർന്നു, അത്രയും കൂടുതൽ പ്രൊജക്ടുകൾ നടക്കുന്നു, അത്രയും കൂടുതൽ ദേശീയപാതയുടെ പണി നടക്കുന്നു, അത്രയും കൂടുതൽ തീവണ്ടി ട്രാക്കുകളുടെ പണി നടക്കുന്നു, അത്രയും കൂടുതൽ ഊർജ്ജ മേഖല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ വരേണ്ടതാണ്. ഒരു മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കേസുകളും നിങ്ങളെടുത്ത് ജുഡീഷ്യൽ റിവ്യൂവിന് പോയി സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളി. ആരോപണം അന്വേഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയിട്ടുള്ള സംഭവങ്ങളാണ് പലതും ഉണ്ടായത്. ഒരു മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ,
ഇത് കമ്മീഷൻ പറ്റാത്ത സർക്കാരാണ്, അതല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ആരോപണം ഇല്ലാന്ന രീതിയിലൊക്കെ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞ ജനങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കാരണം പിണറായി വിജയന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ മതി. പിണറായി വിജയൻ ഏത് രീതിയിൽ ഉയർന്നു വന്നയാളാണ്? ഇന്ന് അദ്ദേഹത്തിന്റെ ആർജിത സ്വത്ത് എത്രയാണ്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വത്ത് എത്രയാണ്? പിണറായി വിജയൻ ചെയ്ത ജോലി എന്താണ്? പിണറായി വിജയന്റെ സമ്പാദ്യം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ പൊതുജനങ്ങൾ പിണറായി വിജയൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം 100 കോടിയുടെ ബാങ്ക് ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ മാധ്യമത്തിൽ വന്നിരുന്ന പരസ്യമായി സങ്കടപ്പെടുന്ന ഒരു മകളുണ്ട് പിണറായി വിജയന്. ഒരു കാര്യം കൂടി പറയാം, നരേന്ദ്രമോദി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. ഈ അധികാരം വിട്ടൊഴിഞ്ഞ് ഞാനൊരു ഫക്കീറിനെ പോലെ ഹിമാലയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. കാരണം നരേന്ദ്രമോദിയുടെ അമ്മ ഒരു സാധാരണ സർക്കാർ ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. നരേന്ദ്രമോദിയുടെ സഹോദരങ്ങൾ എപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് ഈ രാജ്യത്തിന്റെ ജനങ്ങൾ കാണുന്നതാണ്. മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ നിന്ന് സമ്പാദിച്ച പണം മുഴുവൻ തന്റെ ഓഫീസിലെ ക്ലർക്ക് ജോലിക്കാരുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി നൽകിയ നരേന്ദ്രമോദിയുടെ ജീവിതം സ്ഫടികപാത്രം പോലെ സുതാര്യമായതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കും. പിണറായി വിജയനെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് മോശമാണ്. ഒരു കാര്യം കൂടി പറയാം, പിണറായി വിജയന്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ബലം കൈയായിരുന്ന കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ശിവശങ്കർ എങ്ങനെ ഒളിപ്പോയത്? പിടികൂടുന്നു എന്ന് പറയുമ്പോൾ ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുള്ള ഏതെങ്കിലും ഒരു അഴിമതിക്കാരെ പിടിച്ച ഒരു ഉദാഹരണം താങ്കൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അദാനിക്കെതിരായ കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൽ സുപ്രീം കോടതി ഇന്ന് വിമർശനം ഉന്നയിച്ച ദിവസം കൂടിയാണ്. അതുകൂടി താങ്കൾ ഓർക്കണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു തരത്തിലും അഴിമതിയില്ലാത്തൊരു സംസ്ഥാനമാണ് എന്ന രൂപത്തിലാണോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം? ആ രൂപത്തിലാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെന്നതിന് ശേഷവും അദ്ദേഹം മുഖത്തൊന്നും യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ കേരളത്തിൽ യാതൊരുവിധ കമ്മീഷനും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ തീർച്ചയായും നമസ്കരിക്കണം. കാരണം ഇത്രയേറെ തൊലിക്കട്ടിയോടെ ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയുന്നു. ഈ സ്ഥിതിയൊക്കെ സംഭവിച്ചതിന് ശേഷവും അദ്ദേഹം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊരു ചെറിയ കാര്യം പറയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ലൈഫ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കമ്മീഷൻ പ്രശ്നം. അതായത് വെള്ളപ്പൊക്കത്തിനെ തുടർന്ന്, വലിയ പ്രളയത്തിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി UAE-യിലെ ക്രസന്റ് എന്ന് പറയുന്ന സംഘടന പിരിച്ചു നൽകിയിട്ടുള്ള പണത്തിൽ നിന്ന് 4.5 കോടി കമ്മീഷൻ അടിച്ചു എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഇപ്പോഴത്തെ രാജ്യസഭ MP ആയിട്ടുള്ള ബ്രിട്ടാസുമാണ്. അതായത് 4.5 കോടി രൂപയുടെ അഴിമതി, 20 കോടി ആരോ പിരിച്ചു നൽകിയ പണത്തിനകത്ത് നിന്ന് കമ്മീഷൻ അടിച്ചു എന്ന് പറയുന്നൊരു, അതിനുള്ള വല്ല നടപടി ഉണ്ടായോ? കേരളത്തിലെ വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനം അന്വേഷിച്ചിട്ട് എവിടെയും എത്തിയോ? നമ്മുടെ കേന്ദ്ര BJP സർക്കാരിൻ്റെ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ ഒരു പുത്തൻ വർഗമായി തീരുകയാണ്. എല്ലാ തരത്തിലുള്ള അഴിമതികളും നടത്തുകയും പരസ്പരം സഹായിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘമായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരിലെ വലിയൊരു വിഭാഗം മാറിത്തീരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PB അംഗമായിരുന്ന മിലോവൻ ജിലാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചത്. പുത്തൻ വർഗം, രാഷ്ട്രീയ പ്രവർത്തകന്മാരെന്ന് പറയുന്ന ഒരു പുത്തൻ വർഗം എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, എങ്ങനെയൊക്കെയാണ് അഴിമതി നടത്തുന്നത്, എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇയാൾ പിണറായി വിജയന്റെ ആസ്തി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു, BJP-യുടെ പ്രതി സംസാരിച്ചു. ഞാനതിനെ ഒന്നും നിഷേധിക്കുന്നത്, അതൊക്കെ വളരെ ശരിയായിട്ടുള്ളതാണ്, നാം പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് അദ്ദേഹം ആലോചിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് കൊടകരയിലെ ഒരു വലിയ കുഴൽപ്പണ സംഭവം ഉയർന്നു വന്നു. ഞങ്ങളുടെ നാട്ടുകാരനാണ് സുരേന്ദ്രൻ, എൻ്റെ സുഹൃത്താണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ അതിൻ്റെ മറ്റു അദ്ദേഹത്തെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കൊടകര സംഭവം കേരളത്തിലെ സമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ്. എല്ലാവർക്കും അറിയാം. ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ വിളിച്ചത് സുരേന്ദ്രനെയാണ് എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കേസ് ഫ്രെയിം ചെയ്യുന്ന ദിവസം വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. കാരണം ആ കേസിൽ 1-ാം പ്രതിയാവേണ്ട സുരേന്ദ്രൻ ആ കേസിൽ പ്രതിയാവുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സാക്ഷി പട്ടികയിലാണ് വന്നത്. അത് സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകന്മാർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം, ഇന്ന്
പിന്നെ സാക്ഷിയായിട്ടുള്ള ആൾ നാളെ പ്രതിയാവുന്നതിന് നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട. നമ്മൾ എത്ര കാലം കാത്തിരുന്നു? ആ കേസിൽ ആരെങ്കിലും പിന്നീട് പ്രതിയായോ? ആർക്കെങ്കിലും അറിയാത്തതോ ഏതെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള മൂക്ക് താഴോട്ടുള്ള ഏതെങ്കിലും മനുഷ്യന് അതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തതല്ലല്ലോ. കാര്യം ഇത്രയേ ഉള്ളൂ. സുരേന്ദ്രനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു ഭാഗത്ത് ചെയ്യുന്നു. മറുഭാഗത്ത് ഈ പറയുന്ന പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള കേസുകളൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഒരു സ്ഥലത്തും എത്താത്ത രൂപത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ BJP സഹായിക്കുന്നു. ഈ നിലയിൽ കാര്യങ്ങൾ തുറന്നു പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു, നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസിന്റെ പ്രശ്നം പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഡൽഹി ഉപമുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹം ഈ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്താനുള്ള എന്തോ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതിന്റെ പേരിലാണ് മനീഷ് സിസോദിയെ പലതവണയായി ചോദ്യം ചെയ്യുകയും ഈ അവസ്ഥയിലൊക്കെ മാറുകയും ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 164 മൊഴിയുണ്ട് കേരളത്തിൽ. ആ മൊഴിക്കകത്ത് വളരെ കൃത്യമായി, കോടതി ഡോക്യുമെന്റാണ്, ഓപ്പൺ ഡോക്യുമെന്റാണ്, ആർക്കും പരിശോധിക്കാം. അതിനകത്ത് വളരെ കൃത്യമായി പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും അതിനുള്ള പങ്ക് എന്ത് എന്ന് ഈ പറയുന്ന സ്വപ്ന സുരേഷ് വളരെ വിശദമായി മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആരെങ്കിലും ഇത്തരം ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ഈ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതിൽ BJPക്ക് താല്പര്യമില്ല. അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലെ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പകരമായി അവർക്ക് ചില കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും അഴിമതികളെ മൂടി വെച്ചും പോകുന്ന ഒരു സംഭവമാണുള്ളത്. അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിലെ യാതൊരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഈ അദാനി സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? അതായത് നരേന്ദ്രമോദിക്ക് BJPക്ക് അവർക്ക് ആരെയൊക്കെയാണോ കോർണർ ചെയ്യേണ്ടത് അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. എന്നാൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന BJPയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എത്ര വലിയ അഴിമതിക്കാരാണെങ്കിലും അവരെ സംരക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇതാണ് പ്രശ്നം. അത് കേന്ദ്രത്തിലാണെങ്കിൽ അങ്ങനെയാണ്, കേരളത്തിലാണെങ്കിലും ഒരു വ്യത്യാസമില്ല. ഇതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ പറയുന്ന ഇന്ററിംഗ് സെറ്റിംഗ്മെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഈ പറയുന്ന വീണയ്ക്ക് കൊടുത്ത കാശല്ല, 96 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ആ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിനകത്തിന്റെ റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കോൺഗ്രസിന്റെ പ്രതികളുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രതികളുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ 96 കോടിയുടെ മേജർ പോർഷൻ ഇറ്റ് ഹാസ് ഗിവൺ ടു PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്ന് അപ്പുറത്ത് എബ്രിവിയേഷന്റെ എക്സ്പാൻഷന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കൃത്യമായി ഒരു കേന്ദ്ര ഒരു ഔദ്യോഗിക അർദ്ധ ജുഡീഷ്യൽ സംവിധാനം ഒരു റിപ്പോർട്ട് നൽകിയിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പരിശോധന കേരളത്തിൽ നിന്ന് ഇവർ വന്നിട്ടുണ്ടോ? എന്നിട്ട് പിണറായി വിജയൻ പറയാണ് ലോകത്ത് എത്ര PV ഉണ്ട്, ഞാൻ മാത്രമാണോ PV എന്നാണ് ചോദിക്കുന്നത്. വളരെ കൃത്യമായ റിപ്പോർട്ടിനകത്ത് തന്നെ ഉണ്ടെന്നേ, നമ്മൾ വേറെ എവിടെയും പോകണ്ട. ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഇതിനകത്ത് പരാമർശിക്കുന്ന PV ഇന്നയാളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനം അത്രയേറെ മലീമസമായി തീർന്നിട്ടുണ്ട്. പരസ്പരം സഹായിച്ച് പരസ്പരം അഴിമതി നടത്തി പരസ്പരം സംരക്ഷിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവുന്നതിനപ്പുറത്ത് ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്ന കാര്യത്തെ ഈ കേരളത്തിൽ ആരെങ്കിലും ഗൗരവത്തിലെടുക്കുമെന്നും ഞാൻ കരുതുന്നില്ല. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എല്ലാവരും വാങ്ങിയത് കൊണ്ട് അതിൽ വിശദീകരണം വേണ്ടതില്ല എന്ന സമീപനം എത്രത്തോളം ശരിയാണ്? പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി, മുഖ്യമന്ത്രിയുടെ മകളാണ് ആരോപണ വിധേയായിരിക്കുന്നത്. ഈ വിഷയത്തിൽ PV ഞാനല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വം തിരികെയാണോ? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് ഒരു സേവനവുമില്ലാതെ പണം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വിശദീകരിക്കേണ്ട ബാധ്യത സംസ്ഥാനത്തോട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ജനത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും PV എന്ന ഒരു ഡയറിയിൽ കണ്ടത് അത് താനല്ല എന്ന് പറയുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് വിശദീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. അത് അദ്ദേഹം ചെയ്തു കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയാണ് പിന്നെ ആരോപണ വിധേയമായി നിൽക്കുന്നത്. ആ കമ്പനിയുമായുള്ള ഈ കരിമണൽ കമ്പനിയുടെ ഇടപാടുകൾ അതിൽ സംശയങ്ങളുണ്ട്. അത് എന്തിനു വേണ്ടി ആ പണം നൽകിയിരിക്കുന്നു, മാസപ്പടി എന്ന് മാധ്യമഭാഷയിൽ വിവരിക്കുന്ന ആ ഏർപ്പാടുണ്ടല്ലോ, അവിടെ എന്താണ് നടന്നത് അത് അറിയുന്നതിനുള്ള അവകാശവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്.
പക്ഷേ ഏതായാലും ആ വിഷയം അന്വേഷണ വിഷയമായി നിൽക്കുകയാണ്. അതിലെന്താണ് സംഭവിച്ചത് എന്നറിയുകയും വേണം. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കമ്മീഷനെ കുറിച്ചാണ് ചർച്ച തുടങ്ങിയതെങ്കിലും അത് അഴിമതിയിലേക്ക് വരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് കമ്മീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് പല ഏർപ്പാടുകളുമൊക്കെ പറയേണ്ടി വരും. ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മറ്റിടത്ത് അതിലൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ എല്ലാം സംശുദ്ധമാണ്, അഴിമതിരഹിതമായ അഴിമതിമുക്തമായ അവസ്ഥയിൽ കേരളം എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നതുമില്ല. കാരണം ഇവിടെ പോരായ്മകളുണ്ട്, പലതരത്തിലുള്ള അതുകൂടി സംശയകരമല്ലേ? കാരണം ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അതിനുശേഷം പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരണം പറയുന്നു. പിന്നീട് AK ബാലൻ തുടർച്ചയായി ഇതിന്മേൽ വിശദീകരണം നൽകുന്നു. ഇതിൽ ആരോപണ വിധേയായ പാർട്ടി, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ, ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ഈ രൂപത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ വലിയ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതിരോധം തീർക്കാൻ പാർട്ടി തന്നെ രംഗത്ത് വരുന്ന കാഴ്ച ഇത് നടാടെയാണ് എന്ന് തോന്നുന്നു. അപ്പുറത്ത് ബിനീഷ് കോടിയേരി ആരോപണ വിധേയനായ ഘട്ടത്തിൽ ഏതു രൂപത്തിലാണ് പാർട്ടി അതിൽ നിന്നും അകലം പാലിച്ചതെന്ന് നമുക്കറിയാം. പിന്നീട് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാലെങ്കിൽ കൂടി കോടിയേരി ഈ വിഷയവും ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ED വീണ്ടും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ പാർട്ടി ഇടപെടില്ല, പ്രതികരിക്കില്ല. ഇതെന്താണ്? ഇരട്ട നീതിയല്ലേ? അത് എന്തിനു വേണ്ടിയാണ് ഈ വീണ വിജയൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ പ്രതിരോധം ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ന്യായമായ ചോദ്യമാണ്. ഇവിടെ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയാറില്ലേ സീസറുടെ ഭാര്യയെക്കുറിച്ച്. സീസറുടെ ഭാര്യ മാത്രമല്ല, സീസറുടെ മക്കളും സംശയങ്ങൾക്ക് അതീതരായിരിക്കണം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്, അത് ഒരു രജിസ്റ്റേർഡ് ബിസിനസ്, ആ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഏർപ്പാടുകളും ഇടപാടുകളും അത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ന്യായീകരണത്തിനും അപ്പുറത്ത് നടന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ നിയമത്തിൻ്റെതായ അന്വേഷണങ്ങളുണ്ടാകും. അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അവിടെ പാർട്ടി അതിൽ ഇടപെട്ടു, ചില ന്യായീകരണങ്ങൾ നടത്തി, ഒരു ഡിഫൻസ് പാർട്ടി സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ആ സംഭവത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പാർട്ടി ഇടപെടുകയും ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു ഡിഫൻസ് രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. അപ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ ഈ പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കേണ്ടതുണ്ട് എന്നും ഡോക്ടർ സെബാസ്റ്റ്യനുള്ള അഭിപ്രായമുണ്ട്. ശ്രീകുമാർ, ഇതിൽ നിങ്ങളുമുണ്ട് ഞങ്ങളുമുണ്ട് എന്ന രൂപത്തിൽ വരുമ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കേണ്ടതില്ല എന്ന CPM തീരുമാനിക്കുന്നത്. അപ്പുറത്ത് ചുരുക്കപ്പേരുകളിൽ രമേശ് ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇത് പാർട്ടിക്ക് ഫണ്ടായി വാങ്ങിയതാണ്, പാർട്ടിക്ക് വാങ്ങിയ സംഭാവനയാണ് എന്ന് വിശദീകരിക്കുമ്പോഴും അതിൻ്റെ രസീതൊന്നുമില്ലാത്ത സാഹചര്യം. അപ്പോൾ എന്തിനാണ് ആ സംഭാവന? അവർക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ കണ്ണടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേക സേവനമല്ല. കണ്ണടയ്ക്കൽ ഒരു പ്രത്യേകതരം സേവനമാണല്ലോ. ആ കണ്ണടയ്ക്കലിനുള്ള തുകയാണ് സംഭാവനയായി ലഭിക്കുന്നത്. അപ്പോൾ അന്വേഷണം ആ നിലയ്ക്കും പോകട്ടെ എന്നുകൂടി പറയേണ്ടി വരും. നോക്കൂ സ്മൃതി, നമ്മൾ ഒരു പാർട്ടിയുടെ നേതാക്കളെ കുറിച്ചും ഭരണകർത്താക്കളുടെ അഴിമതിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരും അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള കൂട്ടിക്കൊണ്ടുവരുന്നത് അത് തന്നെ ഒരു നല്ല രാഷ്ട്രീയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഇവിടെ ഈ വിഷയത്തില് രമേശ് ചെന്നിത്തല ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും അവർ പറഞ്ഞു ഞങ്ങളുടെ ഫണ്ട് പാർട്ടി ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ്, രസീതും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതൊരു മറുപടിയാണല്ലോ. അപ്പുറത്ത് മറുപടി ഇല്ലല്ലോ. അത് മറുപടി ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കൂ, DYFIയുടെ ഈ ചങ്ങല മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രിയുടെ മകൾ കണ്ണിയായി അല്ലേ? അത് ഒരു കാർട്ടൂണിൽ, മാതൃഭൂമിയിലെ ഒരു കാർട്ടൂണിലൊക്കെ അത് വരികയും ചെയ്തു. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അത് നൽകുന്ന സന്ദേശം? എന്താണ്? ഇത് വെറും ആരോപണമാണ്, പാർട്ടി അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള സന്ദേശമല്ലേ കൊടുത്തത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ചങ്ങലയിൽ മുഖ്യമന്ത്രിയുടെ മകളെ അങ്ങനെ കൊണ്ടുവരുമോ? കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തകയല്ല. EP ജയരാജന്റെ ഭാഷയിൽ അവര് IT സംരംഭകയാണ്. രാഷ്ട്രീയ പ്രവർത്തക അങ്ങനെയില്ല ശ്രീകുമാർ. മനുഷ്യച്ചങ്ങലയൊക്കെ പാർട്ടി കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും പങ്കുചേരുന്നത് സാധാരണ ഒരു രീതിയല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ്, അല്ലാതെ ഒരു കുഴപ്പമില്ല. നമ്മളിത് വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. പാർട്ടിയുടെ നിലപാടുകളുണ്ട്.
ആ നിലപാടിൽ നിന്ന് വിഭിന്നമായി നമ്മളിവിടെ കണ്ടതാണ്. അതൊരു സന്ദേശമാണ്. ഞാനതിൽ പങ്കെടുത്തതിനല്ല പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷേപവും ആരോപണവും വന്നിരിക്കുമ്പോൾ അതിൽ പങ്കെടുത്തത് വഴി പാർട്ടി നൽകുന്ന സന്ദേശം എന്താണ്? ഇത് പ്രതിപക്ഷം പറയുന്നത് തെറ്റാണ്. ഇവിടെ ബാലകൃഷ്ണനാണ് സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കാൻ ആര് വിശ്വസിക്കുമെന്ന്? വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ പാർട്ടിയുടെ സാധാരണ അണികളും ബ്രാഞ്ച് മെമ്പർമാരും മുഖ്യമന്ത്രിയാണ് വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കമ്മീഷൻ ഇല്ലെന്നും ഇവിടെ അഴിമതി ഇല്ലെന്ന് പറഞ്ഞാൽ അത് അവർ കാതോരം പറഞ്ഞ് അത് പ്രചരിപ്പിക്കും. അതാണ് പാർട്ടിയുടെ നയം. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കാത്തത് ജനങ്ങളാണ്, പൊതുസമൂഹമാണ്, നിഷ്പക്ഷപാതികളാണ്. പക്ഷേ പാർട്ടിയുടെ അണികൾ, പാർട്ടിയുടെ അനുഭാവികൾ വിശ്വസിക്കും. അത് അവർക്കത് മതി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോഴേ നമ്മൾ കേന്ദ്രത്തിലേക്കും അവിടേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ED കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് സംശയം ഉന്നയിച്ചത്? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? അത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോൾ അവിടെ ED ഇപ്പൊ കരുവന്നൂർ വന്ന് നിൽക്കുകയാണ്. ED അതിന് ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് ED എത്തുന്നു. അപ്പൊ ഈ ഫലം കാണാത്ത കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു ആക്ഷേപം എന്താണ്? ED വരും, ED വന്ന് ചോദ്യം ചെയ്യും, ഇപ്പൊ പിടിക്കും എന്നൊരു സന്ദേശം കൊടുക്കും എന്നൊരു നിഗമനത്തിൽ അവരെത്തും. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ചിദംബരത്തെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ചോ പറയുന്നതിൽ അർത്ഥമില്ല. BJP നടക്കുന്നത് പോലെ കേരളത്തിൽ CPM നടക്കുന്ന കാര്യവും കോൺഗ്രസ് നടക്കുന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്യണം, അത് സംശയമില്ല. പക്ഷേ ഒരു വിഷയത്തെ അധികരിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ല പ്രവണതയല്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, സാധാരണഗതിയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഭരണത്തിലെ മുൻ ഗവൺമെന്റുകളെ കുറിച്ച് കുറ്റം പറഞ്ഞ എന്താണ്? ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുറിച്ചല്ലേ? നോക്കൂ, ഉമ്മൻചാണ്ടി അഴിമതി നടത്തി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഒരു അഴിമതിക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സംശുദ്ധ ഭരണം നടത്തിയ ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചരമ അനുശോചനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അപ്പൊ എങ്ങനെ നിങ്ങൾ ഉമ്മൻചാണ്ടി അഴിമതിക്കാരനായിട്ട് കാണിക്കാൻ പറ്റും? രമേശ് ചെന്നിത്തല അഴിമതിക്കാരനായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നത്? പക്ഷെ ഇവിടെ വന്നത് ആരാണ്? ഇവിടെ ഇങ്ങനെ ആക്ഷേപ പാർട്ടിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ചക്കരക്കുടം എന്നൊരു പദം പ്രയോഗിച്ചത് ആരാണ്? അത് പാർട്ടിയുടെ സമന്വിതനായ നേതാവല്ലേ? അപ്പൊ നമ്മൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് അങ്ങനല്ലേ, കോൺഗ്രസ് ഇങ്ങനെയല്ലേ എന്നല്ല പറയേണ്ടത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ED അന്വേഷിക്കുന്ന അഴിമതി EDയുടെ പരിധിയിൽ വരുന്നത്. കേരളത്തിലെ കാര്യമോ? ദുരിതാശ്വാസ നിധിയിൽ വക മാറ്റി ചെലവഴിച്ചു എന്നൊരു ആക്ഷേപം വന്നപ്പോൾ അത് ഏത് ഗണത്തിലാണ് നമ്മൾ പെടുത്തിയത്? അത് അഴിമതിയാണോ, അത് കമ്മീഷനാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് തെറ്റായ പ്രവണതയാണോ? ഇങ്ങനെ തെറ്റായ പ്രവണതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കമ്മീഷൻ എന്ന് മാത്രം ചിത്രീകരിക്കേണ്ട. തെറ്റായ പ്രവണതകൾ രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ആളില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് MT വാസുദേവൻ പ്രതികരിക്കേണ്ടി വന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഇന്ന് സുകുമാർ അഴീക്കോടിന്റെ 12ാമത്തെ ചരമവാർഷികമാണ്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ എത്ര ദിവസം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ശരങ്ങൾക്ക് ഇവർ വിധേയരാകേണ്ടി വന്നേനെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ CPMന്റെ ഭരണതലപ്പത്തുള്ള കാര്യങ്ങളും അവരുടെ ഭരണതലത്തിലുള്ള പ്രശ്നങ്ങളും അഴിമതികളും ക്രമക്കേടും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്, ഇവിടെ കമ്മീഷൻ ഇല്ലാത്ത ഗവൺമെന്റ് ആണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കമ്മീഷൻ ഇല്ലാത്ത ഗവൺമെന്റിൽ നമ്മൾ പിടിച്ചു നിൽക്കരുത്. പിൻവാതിൽ നിയമനം എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? സർവകലാശാലകളിൽ ഇവിടെ ഗവർണർ അല്ലേ? അപ്പൊ ഗവർണർക്ക് അത് പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ അവിടെ ഇവിടെ കോൺഗ്രസ് പറയുന്ന ആക്ഷേപം എന്താണ്? BJP CPMനെ സഹായിക്കുന്നു എന്ന് കോൺഗ്രസ് പറയുന്നത് വ്യക്തമായ ഭാഷയിലാണ് ശ്രീ സന്ദീപ് വാര്യർ. എന്താണ് കാരണം? ഇവിടെ BJPക്ക് CPMന്റെ മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ട് എന്താണ് ഗുണം? നിങ്ങളത് മനസ്സിലാക്കൂ. ഇവിടെ CPMന്റെ മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ട് BJPക്ക് എന്ത് ഗുണം? കാരണം BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധതയാണ്. അസമിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസിനെതിരെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര ദർശനം പോലും തടസ്സപ്പെടുന്ന കണ്ടില്ലേ? അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് BJP അതുകൂടെ ആലോചിക്കണം. അപ്പൊ ആരോപണം ഉന്നയിക്കുന്നത്, ആക്ഷേപം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ഒരുപക്ഷെ അതിലൊരു ലിമിറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വാഹനം തടയുന്നുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിലൊരു വാഹനം? അല്ലെ സ്മിതി, ഒരു മിനിറ്റ്. ഞാനിത് പറയുന്നത്
നമ്മൾ ഒരു ഗൗരവമുള്ള ചർച്ച കൊണ്ടുവരുമ്പോൾ അതിൽ മറ്റു പലരെയും വലിച്ചടിച്ച് കൊണ്ടുവന്നിട്ട് ആ ചർച്ചയുടെ ഗൗരവം കുറച്ചുകൊണ്ടെന്ന് ഒരു ചർച്ച നടത്തുന്നത് അഭിലഷണീയമല്ല. അല്ല, അത് വലിച്ചഴക്കലല്ലോ, രക്ഷപ്പെടാനുള്ള അത് ഒരു ആ തന്ത്രമാണ്. റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതല്ലേ. അതിൽ വന്ന ചുരുക്കപ്പേരുകളെല്ലാം വായിക്കണ്ടേ. അതിൽ മാധ്യമങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുണ്ടെന്ന് പറയുമ്പോൾ അതും കൂടി പരാമർശിക്കപ്പെടണം. ആരാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ, താങ്കൾക്ക് മറുപടി നൽകാം. ശ്രീ ബാലകൃഷ്ണൻ ചോദിച്ച കാര്യങ്ങൾക്കുള്ള, ആരോപണങ്ങൾക്കുള്ള മറുപടി. കൊടകരയിലെ ഒത്തുതീർപ്പ് അതിന്റെ തുടർച്ചയായി ഇപ്പോഴും പല കാര്യങ്ങളും കാണുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം കോൺഗ്രസും നേരത്തെ അതേ കാര്യമാണല്ലോ ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെയാണ് ലക്ഷ്യമിടുന്നത്, CPM-നെ തൊട്ടിട്ട് എന്ത് കാര്യം എന്ന എൻ ശ്രീകുമാറും ചോദിക്കുന്നു. ഒന്ന്, ഈ കൊടകര കേസ് എന്ന് പറയുന്നത് ഈ പഴകി പുളിച്ചൊരാരോപണം മാത്രമാണ്. കൊടകര കേസിൽ ആരോപണം വന്നയുടൻ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ മാറിയുന്നില്ലല്ലോ. BJP-യുടെ ഒരു നേതാക്കളും മാറിയുന്നില്ലല്ലോ. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവശ്യപ്പെട്ട പ്രകാരം സധൈര്യം അങ്ങോട്ട് കടന്നു ചെല്ലുകയും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എത്ര തവണ വിളിച്ചാലും കയറി ചെല്ലാനും തയ്യാറാണ്. അല്ലാതെ ഇവിടെ തോമസ് ഐസക് ചെയ്യുന്നത് പോലെ ഞാൻ വരില്ല, ഞാൻ മാത്രമല്ല ദേ അവനുണ്ട് എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. അപ്പൊ അന്വേഷണ ഏജൻസികൾ വിളിച്ചപ്പോഴൊക്കെ സധൈര്യം കടന്നു ചെന്ന് അന്വേഷണവുമായി സഹകരിച്ചിട്ടുള്ള കെ സുരേന്ദ്രനെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോമസ് ഐസക് മാത്രമല്ല, അങ്ങനെയല്ല അത് മുഖ്യമന്ത്രി പറഞ്ഞത്. പിണറായി വിജയൻ ഒരു മന്ത്രിസഭ തവണ എടുത്ത അല്ല പല തവണ ശ്രീ കെ അതിൽ മന്ത്രിയെ മാത്രം വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്ന്. അല്ല സ്മൃതി, അത് പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ. ഞാൻ മാത്രമല്ല ദേ അവനും കൂടി ഉണ്ടെന്ന് പഴയൊരു സിനിമയിൽ പറയുന്നത് പോലെയാണ്. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചതല്ല. ഞാൻ വൈസ് ചെയർമാൻ മാത്രമാണ്. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹമാണല്ലോ പറയേണ്ടത്, സ്മൃതി അല്ലല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമായിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്നത്. കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അതിൽ റോൾ ഉണ്ടെന്നുള്ളത്. തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. തോമസ് ഐസക് മാത്രമല്ലല്ലോ, ജി സുധാകരൻ അടക്കമുള്ള കുറേ ആളുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പിണറായി വിജയനെതിരായിട്ട് CPM-ന്റെ ഉള്ളിൽ വലിയൊരു വിഭാഗം ഒരു പൊട്ടിത്തെറിയിലേക്ക് അത് നീങ്ങുകയാണെന്നുള്ളത് സാമാന്യനെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാ ആൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് MT-യുടെ പ്രസ്താവന വീണ്ടും ജി സുധാകരൻ കൊണ്ടുവന്ന് അലക്കിയതുമൊക്കെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. കെ സുരേന്ദ്രൻ അന്വേഷണ ഏജൻസികൾ വിളിച്ചപ്പോഴൊക്കെ പോയി ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. CPM നേതാക്കന്മാരെ പോലെ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആംബുലൻസ് പോയിട്ടില്ല. അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോട് മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. അത് പിണറായി വിജയനല്ലേ പറയണ്ടത്, ഞങ്ങളാണോ പറയേണ്ടത്? അല്ലല്ലോ, കേന്ദ്ര സർക്കാർ അല്ലേ അതിൽ. പിണറായി വിജയന്റെ പോലീസിനെ ചോദിക്കണ്ടേ? ഞങ്ങളാണോ പറയേണ്ടത്? അല്ല, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. അല്ല, ഞങ്ങളല്ല പറയേണ്ടത്. അത് അന്വേഷിച്ചതാരാ? പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു, അവരോട് പോയി ചോദിക്കും. ഞങ്ങൾ ഹാജരായിട്ടുണ്ട്. മാത്രമല്ല, ഒരു തവണയല്ല എങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വരെ പറഞ്ഞിരിക്കുന്നു. അല്ലെന്നേ, ആ അന്വേഷണം മുഴുവൻ കേരളത്തിലെ ഏജൻസികൾ നടത്തി, ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ ആക്ഷേപിച്ച്, ഞങ്ങളുടെ നേതൃത്വത്തെ മുഴുവൻ ഒരു നിഴലിൽ നിർത്തി വളരെ ദീർഘകാലം ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല അറസ്റ്റ് ചെയ്യാൻ, ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല പ്രതിയാക്കാൻ എന്ന് പറഞ്ഞ് എന്താ വേണ്ടത്? വീണ്ടും അവരെ ആക്ഷേപത്തിന്റെ വരയിലേക്ക് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ വേണ്ടത്? അതൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല. അത് ശരിയായിട്ടുള്ള രാഷ്ട്രീയ രീതിയല്ല. അത് രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല. ഞങ്ങൾ നിയമപ്രകാരമാണല്ലോ അത് കേന്ദ്ര ഏജൻസിയല്ലേ അന്വേഷിക്കേണ്ടത്. സന്ദീപ്, അക്കാര്യത്തിൽ അന്വേഷണം എന്തായി എന്നുള്ള ചോദ്യം പാർലമെന്റിൽ ഉയർന്നിരുന്നു. ആ ചോദ്യം ചോദിച്ചത് വി ശിവദാസൻ MP ആണ്. അന്ന് അതിന്മേൽ മറുപടി പറഞ്ഞിരിക്കുന്നത് ED അന്വേഷണം തുടങ്ങി വെച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ്. അപ്പോൾ എത്ര കാലമായി, എന്തായി അറിയണ്ടേ? ചില കാര്യങ്ങൾ മാത്രമല്ലേ വേഗമുള്ളൂ. അല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതൊക്കെ അല്ലല്ല. ആ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ്? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ BJP പാർട്ടി എന്നുള്ള രീതിയിൽ ഇത്തരം അന്വേഷണം കൊണ്ട് നിസ്സഹകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ അന്വേഷണത്തിന് വിളിച്ച സമയത്ത് അവിടെ നേരിട്ട് ചെന്ന് പിണറായി വിജയന്റെ പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ നിയന്ത്രിക്കുന്ന പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ആ ധൈര്യം കാണിച്ച് എന്തുകൊണ്ടാ? അവിടെയാണ് ധാർമ്മികത എന്ന് പറയുന്ന കാര്യമുള്ളത്. പിണറായി വിജയൻ ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് സേവനമാണ് കരിമണൽ കമ്പനിക്ക് കൊടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാതെ പോകുന്നതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വരുന്നതും മറ്റു പല കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ധാർമ്മികമായ കരുത്തില്ലാത്തതുകൊണ്ടാണ്. പിണറായി വിജയന്റെ പേര് ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ പരസ്യമായി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടും PV ഞാനല്ല എന്ന ന്യായീകരണം കണ്ടെത്താൻ ഈ മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് അസാമാന്യമായിട്ടുള്ള തൊലികെട്ടി വേണ്ടേ? എന്ത് വലിയ തൊലിക്കെട്ടിയാണ് പിണറായി വിജയന്? അദ്ദേഹത്തിന്റെ പേര് തന്നെയല്ലേ ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല ഇവിടെ ശ്രീകുമാർ പറഞ്ഞല്ലോ മറ്റു പേരുകൾ വലിച്ചഴക്കരുതെന്ന്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോട് വലിയ ആദരവാണുള്ളത്.
ശ്രീ ശിവകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ഓർമ്മക്കുറവാണെന്നറിയില്ല. ഉമ്മൻചാണ്ടിയെ അഴിമതിക്കാരൻ എന്ന് വിളിച്ചത് കെ മുരളീധരൻ തന്നെയാണ്. പഴയ പ്രസംഗം ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടി നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് കെ മുരളീധരൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ആരും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലെന്ന് പറയേണ്ട, കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല സോളാർ അഴിമതി കേസും TP കേസും ഒക്കെ എപ്രകാരമാണ് പരസ്പരം ഒത്തുതീർപ്പായിട്ടുള്ളതെന്ന് VT ബൽറാമിന്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ കേസുകൾ പരസ്പരം ഒത്തുതീർപ്പാക്കിയതാരാണ്? ഇവിടെ SNC ലാവിനടക്കമുള്ള കേസുകൾ ഏത് കാലത്താണ് പിണറായി വിജയൻ അക്യൂറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ പരസ്പരം കേസുകൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. CPM ചെയ്യുന്ന കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. TP കേസ് ഉൾപ്പെടെ, ഷുഹൈബ് കേസ് ഉൾപ്പെടെ ഒരുപാട് കേസുകൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് CPM ആണോ കോൺഗ്രസ് ആണോ ആരാണ് അഴിമതി ചെയ്ത് തെറ്റ് ചെയ്ത് നോക്കാതെ, രാഷ്ട്രീയ ഇടപെടൽ നോക്കാതെ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇടപെടാതെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ CPM-നെ സഹായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? ഇവിടെ CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അവിടെ ഞങ്ങൾക്കെതിരല്ലേ? 20 ആള് നിങ്ങൾ കഴിഞ്ഞ 2 ടേമിൽ നിങ്ങൾ പോയ ആളുകൾ മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് നിലപാടിൽ മുന്നണിയല്ലേ? നിങ്ങളൊരു മുന്നണിയല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്മൃതി, ഇവിടെ CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയുടെ ഭാഗമാണെന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പൊ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ സീതാറാം യെച്ചൂരിയുടെ അഭിമുഖം എടുക്കുന്ന ആൾ വയ്ക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് യെച്ചൂരി ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ എങ്ങനെ പറയാനാ, ഞാൻ ഇപ്പൊ മുന്നണി ഉണ്ടാക്കി വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടില്ലേ? അപ്പൊ മുന്നണിക്കകത്ത് തങ്ങളോടൊപ്പം ഇരിക്കുന്ന ആളുകൾ വലിയ അഴിമതിക്കാരാണെന്ന ബോധ്യം സീതാറാം യെച്ചൂരിക്ക് വരെയുണ്ട്. ഏറ്റവും വലിയ അഴിമതിക്കാരോടൊപ്പമാണ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പരസ്യമായിട്ടാണ് ഇന്റർവ്യൂവിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു അഴിമതി മുന്നണിയുടെ ഭാഗമായിട്ട് 2 കൂട്ടർ ഇരുന്നുകൊണ്ട് ഇവരെന്തിനാണ് ഈ പരസ്പര ആരോപണം ഉന്നയിക്കുന്നത്? കേരളത്തിൽ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, കേരളത്തിലെ MP ആണ് രാഹുൽ ഗാന്ധി. പിണറായി വിജയൻ അഴിമതിക്കാരാണെന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് രാഹുൽ ഗാന്ധി പറയോ? ഈ പിണറായി സർക്കാരിനെതിരെ ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധി ഒരു അലിഗേഷനായിട്ട് അഴിമതി ഉന്നയിച്ചിട്ടുണ്ടോ? എന്താ ഉന്നയിക്കാത്തത്? അപ്പൊ സഖ്യകക്ഷിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാൻ പറ്റില്ല. കേരളത്തിനകത്ത് നിങ്ങൾ ഒരു അഭിപ്രായം പറയും, കേരളത്തിന് പുറത്ത് വേറൊരു അഭിപ്രായം പറയും. കോൺഗ്രസ് CPM-നെയും BJP-യെയും വിമർശിക്കുകയാണ്. അതിന്മേൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ അതിലേക്ക് വരുന്നേ ഇല്ലല്ലോ. തുടക്കം മുതൽ ചോദിക്കുകയാണല്ലോ. പരിമിതമായ ഞങ്ങൾക്ക് എന്ത് ലാഭമുള്ളത്? ഞങ്ങൾക്ക് എന്ത് ലാഭമാണ് കാര്യത്തിലുള്ളത്? ലാഭമില്ല എന്നുള്ളത് കൊണ്ടാണ് അന്വേഷണത്തിലേക്ക് പോകാത്തതെന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ CPM-ന്റെ പിന്നാലെ പോയാൽ ലാഭമില്ല എന്നതുകൊണ്ടാണ് പോകാത്തതെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ധൃതി പിടിച്ച് രാഷ്ട്രീയ എതിരാളികളെ കേസിൽ കുടുക്കി ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നു എന്ന ആക്ഷേപം നേരിടേണ്ടി വരും. ഞങ്ങൾ എല്ലാ കേസും അവധാനതയോടുകൂടി അന്വേഷിക്കാനാണ് ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ള. ഏജൻസികളുടെ അന്വേഷണത്തിൽ എവിടെ ഇടപെട്ടിട്ടില്ല. എന്തിലാ ഉള്ളത്? ഏത് കേസിലാണ് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ മാത്രമാണ് ഏജൻസികൾക്കുള്ള നിർദ്ദേശമുള്ളത്. അതിലപ്പുറം ഒരു അന്വേഷണത്തിന് ഇടപെടില്ല, ഒരു അന്വേഷണത്തിൽ ഇടപെടാൻ പോകുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. അത് ഡൽഹിയിലെ കേസാണെങ്കിലും ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ചില തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറഞ്ഞു, ഹിഡൻബർഗിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇന്റൻബർഗിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയിട്ട് അന്വേഷണം നടത്തണോ? ഞങ്ങൾ എന്നെ അന്വേഷണം നടത്തുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പറഞ്ഞു CBI അന്വേഷണം ആവശ്യമില്ല എന്ന്. പിന്നെ എന്നോട് ചോദിക്കുക, നിങ്ങൾ എന്താ അന്വേഷിക്കാത്തതെന്ന്? സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം. 2, കേജ്രിവാളിന്റെ കേസ് പറഞ്ഞു, മറ്റേ അദ്ദേഹം പറഞ്ഞു കേജ്രിവാളിന്റെ കേസ് പറഞ്ഞു. കേജ്രിവാളിന്റെ കേസിൽ എന്താ ഉണ്ടായത്? കൃത്യമായിട്ടുള്ള മണി ട്രയലുണ്ട്. മനീഷ് സിസോദിയ എടുത്തുള്ള ലിക്കർ പോളിസി 1000 കോടി രൂപ ഈ മധ്യരാജാക്കന്മാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും അത് ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി കിട്ടുകയും ചെയ്തു എന്നുള്ളതിന്റെ മണി ട്രയൽ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിസോദിയ അകത്ത് കിടക്കുന്നത്. എത്ര കാലമായി ജാമ്യത്തിന് പോകുന്നത്? എന്താ കിട്ടാത്തത്? എന്താ സിസോദിയക്ക് ജാമ്യം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മുഴുവൻ അതിൽ എന്തുകൊണ്ടാണ് കേജ്രിവാൾ പോകാത്തത്? ഏജൻസി വിളിച്ച് പോകാത്തത് ഭയം കൊണ്ടല്ലേ? ഇവിടെ തോമസ് ഐസക് പോകാത്തത് എന്താ? ഭയം കൊണ്ടല്ലേ? അപ്പൊ ഈ സാധാരണഗതിയിൽ നാട്ടിൻപുറത്ത് ചില കള്ളന്മാരെ SI-മാർ വിളിക്കും. എന്തിനാണ്? ചില സംശയങ്ങളുണ്ടെങ്കിൽ പേടിയുള്ളവര് പോകില്ല, SI-യുടെ മുന്നിലേക്ക് പോകില്ല, മുങ്ങും. അതാ സംഭവിക്കുന്നത്. അവകാശമുണ്ട് എന്നുള്ളതാണ്. കാരണം കോടതി തള്ളിക്കളഞ്ഞതാണ്, കോടതി എടുത്ത് ദൂരേക്കെറിഞ്ഞതാണ്, കോടതി എടുത്ത് ദൂരേക്കെറിഞ്ഞ ആരോപണമാണ്. വീണ്ടും അതുമായി വരികയാണ്. അതിലൊരു പ്രതികാര ബുദ്ധിയുണ്ട്. അല്ല സ്മൃതി, അത് കള്ളമാണ്. അല്ല, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ ഒരു കുഴപ്പമൊന്നും ഞാൻ പറയില്ല. ഈ തോമസ് ഐസക് പറയുന്ന കാര്യങ്ങൾ
കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തോമസ് ഐസക് പറയുന്നത് ശരിയാണെന്ന് അങ്ങ് വിശ്വസിച്ചു പോകും. മൂപ്പര് ഈ പരിഷത്തിന്റെ ഭാഷയിൽ കുറച്ച് തമാശയൊക്കെ കലർത്തി എന്താ പറയുക ഇതിനെ വളച്ചൊടിച്ചങ്ങ് പറയുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ചുരുങ്ങിയ പക്ഷം ആ ഓർഡർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. തോമസ് ഐസക് എന്നെ ഇതേ വെറുതെ വിട്ടു, ED കോടതി എടുത്ത് വലിച്ചു താഴെ ഇട്ടു, ഓടിച്ചു കളഞ്ഞു എന്നൊക്കെയല്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? ആ ഓർഡർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അതിൽ ഒറ്റ കാര്യം ED പറയുന്നുള്ളൂ, സമൻസ് അയക്കുന്ന കാര്യത്തിൽ അവരുടെ നിലവിലുള്ള സ്ഥിരം ഡ്രാഫ്റ്റിൽ ചില പിശകുകളുണ്ട്, ഞങ്ങൾ അത് പിൻവലിച്ച് പുതിയ സമൻസ് ഇഷ്യൂ ചെയ്യും എന്ന് മാത്രമേ ED പറഞ്ഞിട്ടുള്ളൂ. കോടതി കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്കത് ഇടപെടാൻ പറ്റില്ല, കാരണം മസാല ബോണ്ടിന്റെ പണം വന്ന് അതിന് എൻഡ് യൂസ് എങ്ങനെയാണെന്നാണ് അവർ അന്വേഷിക്കുന്നത്. തോമസ് ഐസക്കിന്റെ ആർഗ്യുമെന്റ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഐസക്കിന്റെ എല്ലാ പ്രയേഴ്സും കോടതി തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കുഴപ്പം, ഈ തോമസ് ഐസക്കിന്റെ വളിച്ച തമാശ മുഴുവൻ ആസ്വദിച്ച് അത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ച് അതങ്ങ് റിപ്പോർട്ട് ചെയ്ത് കളയും. റിപ്പോർട്ട് നിങ്ങൾ പരിശോധിക്കില്ല. എന്താ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തല്ലോ, അത് റിപ്പോർട്ട് ചെയ്ത ബിജു പങ്കജിനെതിരെ എത്ര രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് ഇത് നിങ്ങൾ നടത്തിയത്. നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഇവിടുത്തെ സൈബർ കമ്മികൾ നടത്തിയത്. ബിജു പങ്കജ് സത്യസന്ധമായി അക്കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ ഈ നിയമകാര്യ ലേഖകനോട് പറയേ, ആ ഓർഡർ എടുക്കാൻ പറയേ. ഈ തോമസ് ഐസക് കോടതിയിൽ പോയി കൊടുത്ത പ്രയേഴ്സ് ഏതെങ്കിലും ഒന്ന് കോടതി അംഗീകരിച്ചോ? വീണ്ടും ED ഇഷ്യൂ ചെയ്തല്ലോ സമൻസ്. അങ്ങനെ തോമസ് ഐസക് പറയുന്നത് ശരിയാണെങ്കിൽ വീണ്ടും ED സമൻസ് ഇഷ്യൂ ചെയ്യാൻ ധൈര്യം കാണിക്കോ? പിന്നെ ഈ പറയുന്ന ലോജിക്കിൽ എന്താ അർത്ഥമുള്ളത്? എനിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാന്ന് തോമസ് ഐസക്കിന് അറിയാം. ഇത് ക്ഷമാ നിയമലംഘനമായതുകൊണ്ട് അതിൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്ക് ന്യായം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, തോമസ് ഐസക്ക് ഇവിടെ ഇരവാദം കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിൽ അറസ്റ്റ് ചെയ്യാൻ സ്കോപ്പില്ലാന്ന് തോമസ് ഐസക്കിന് അറിയാം. കാരണം ഫേമ കേസാണ്, അതിൽ അറസ്റ്റ് ചെയ്യാൻ സ്കോപ്പില്ല. അതിൽ ഫൈന് മാത്രമേ സ്കോപ്പുള്ളൂ. പക്ഷേ കോടിക്കണക്കിന് ഇവിടെ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തോമസ് ഐസക്ക് ഇപ്പോൾ നടക്കുന്നത് ഒരു ഇരവാദം കളിച്ചുകൊണ്ട് താൻ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ പ്രസക്തനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് നിയമകാര്യയിലേക്ക് ഇക്കാര്യം മറുപടി പറഞ്ഞ ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ഞാനിതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ തോമസ് ഐസക് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പ്രശ്നമുണ്ട്. ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന് ആ മന്ത്രിസഭയിലെ ഒരു അംഗം ഉത്തരവാദിയാകുമോ എന്നൊരു ചോദ്യമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്. ആ ചോദ്യം ഉന്നയിക്കുന്നതിന്, അതിന് നിയമപരമായി സാധുവായ ഒരു മറുപടി ആവശ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിന് എല്ലാമുള്ള അവകാശം തോമസ് ഐസക്കിനുണ്ട്. തോമസ് ഐസക്കിനെതിരെ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഈ സമയത്ത് കടക്കുന്നുമില്ല. അതൊന്നും ഒരു പ്രത്യേകിച്ചൊരു വിശദീകരണം സാറിനോട് എല്ലാ റെസ്പെക്റ്റും ഉണ്ട്. സാറിനോട് എല്ലാ റെസ്പെക്റ്റും ഉണ്ട്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, അന്വേഷണ ഏജൻസി വിളിച്ച് തോമസ് ഐസക് പോകാത്തതിനെ കുറിച്ച് താങ്കൾ പറയണം. ഇതുപോലെ സാർ ബാക്കിയുള്ളവരുടെ നിലവാരത്തിലേക്ക് സാറ് താഴരുത്. ഒരു ഏജൻസി വിളിച്ചാൽ ഒരു മന്ത്രിയല്ലേ പോയി അന്വേഷണ ഏജൻസിന് മുന്നിൽ ഹാജരാകാനുള്ള മാന്യത കാണിക്കണ്ടേ? അത് കാണിക്കാതിരിക്കുന്നത് എന്ത് സന്ദേശമാണ്? അങ്ങനെ വിളിപ്പിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് തോമസ് ഐസക്കിന്റെ വാദം. വളരെ മോശമല്ലേ സാറിനെ? അങ്ങനെ ഏജൻസി തോന്നുന്ന പോലെ വിളിക്കാൻ പറ്റില്ല. വാദത്തിൽ കോടതി എന്താണ് നിലപാടെടുക്കുന്നത്? വിളിപ്പിക്കാൻ പറ്റുന്നേ ഇല്ല, അങ്ങനെ വിളിപ്പിക്കാൻ പറ്റില്ല. മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. അതിലൊരാളെ മാത്രം കരുവാക്കിക്കൊണ്ടുള്ള സമീപനം സാധ്യമല്ല. ദയവ് ഇത് കേസ് മനസ്സിലാക്കണം. ഇല്ല, സ്മൃതി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, തോമസ് ഐസക്കിന്റെ ആവശ്യം തരുന്നു കോടതിയുടെ മുന്നിൽ. ED അയച്ച സമൻസ് നിയമവിരുദ്ധമാണ്, എന്നെ വിളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കോടതി അംഗീകരിച്ചോ? ഇല്ല. ED ഫ്രഷ് സമൻസ് കൊടുത്തല്ലോ. എന്തേ തോമസ് ഐസക് ഇപ്പൊ കോടതി പോവാത്തത്? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അന്വേഷണ ഏജൻസി വിളിച്ചാൽ പോവുക, മറുപടി കൊടുക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു പൗരന്റെ ധർമ്മമല്ലേ? പ്രത്യേകിച്ച് അതൊരു മന്ത്രിയല്ലേ, ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ മന്ത്രിയായിരുന്നില്ലേ? അതേ പോകണ്ടേ? അതൊരു മാന്യതയല്ലേ? സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ന്യായീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കാം. വളരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സന്ദീപ് വാര്യർ, N. ശ്രീകുമാർ, NV ബാലകൃഷ്ണൻ. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. Debate with Smriti Parithikad.